സ്തുതിച്ചിടുമെന്നും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും സർവശക്തനായ പിതാവായ ദൈവത്തിന് അവിടുത്തെ പ്രിയപുത്രനായ ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും കരുതലും. ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തികഞ്ഞ സ്നേഹവും ഐക്യവുമാണ്. യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം എന്താണ്? യോഹന്നാൻ 17:20 തൊട്ട് ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവായ ദൈവത്തോട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ എങ്ങനെയുള്ളവരായി തീരണം പ്രാർത്ഥിക്കുകയാണ്, മധ്യസ്ഥത നടത്തുകയാണ്. അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. തികഞ്ഞ ഐക്യം. നീ എന്നിലും ഞാൻ നിന്നിലും, അതുപോലെ തന്നെ അവരും ദൈവമക്കളായ നമ്മളും കർത്താവിലൊന്നായി മാറണം. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാണ് എന്ന് കൊരിന്ത്യ ലേഖനം നമ്മോട് പറയുന്നു. ഇപ്പോൾ നമ്മളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്. ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. കൊളോസ്യർ 1:27. ലോകത്തിൽ ഇന്ന് സഹോദര സ്നേഹം കുറഞ്ഞു പോവുകയാണ്. സുഹൃത്ത് ബന്ധം പലപ്പോഴും ദുർബലമാകുന്നു. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ബന്ധങ്ങളുണ്ട്. പ്രേമങ്ങൾ പലപ്പോഴും ചതിക്കാനുള്ള ഒന്നായി കാര്യലാഭത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു. സ്വന്തം കുടുംബത്തിൽ തന്നെ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയെല്ലാം ഉണ്ട്. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ദൈവസഭ. എന്തുകൊണ്ട്? യേശുക്രിസ്തു തൻ്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുത്ത ദൈവമക്കളുടെ ഗണം, ദൈവസഭ, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ലോകത്തിൽ പല സംഘടനകളുമുണ്ട്, അവിടെയും ചില ഐക്യങ്ങൾ കാണാം. രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവിടെയും ചില ഐക്യങ്ങൾ കാണാം. ഒരു പ്രത്യേക സിദ്ധാന്തം വിശ്വസിക്കുന്നവർക്ക് ആ കാര്യത്തിൽ ഒരു മനസ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും തികഞ്ഞ ഐക്യതയല്ല. അതെല്ലാം പെട്ടെന്ന് തന്നെ ചിന്നിച്ചിതറി പോകാറുണ്ട്. വിശുദ്ധ കൂട്ടായ്മകളല്ല. പക്ഷേ ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും ലോകത്തിലെ സംഘടനകളിൽ കാണുന്ന ഐക്യം പോലെയല്ല. ഇതൊരു കുടുംബമാണ്, ഒരു പിതാവിൻ്റെ മക്കളാണ്. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. നമ്മൾ അബ്ബാ പിതാവ് എന്ന് സ്വർഗീയ പിതാവിനെ വിളിക്കുന്നു. നാം മക്കളാണ്. നാം പോകാനിരിക്കുന്നത് ഒരേ സ്വർഗത്തിൽ, നാം പ്രാപിച്ചിരിക്കുന്നത് ഒരേ പരിശുദ്ധാത്മാവ്, നാം ധ്യാനിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും വായിക്കുകയും ചെയ്യുന്നത് ഒരേ വചനം. നമ്മൾ ഹെവൻലി സിറ്റിസൺഷിപ്പ്, സ്വർഗീയ പൗരത്വം എടുത്തവരാണ്. അതുകൊണ്ട് ദൈവഭവനത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തമ്മിലുള്ള ഐക്യം, അതുപോലൊരു ഐക്യം ലോകത്തിലെവിടെയും ഉണ്ടാകുകയില്ല. ആദിമസഭ 3000-ഓളം പേർ സ്നാനപ്പെടുകയാണ്, മാനസാന്തരപ്പെടുന്നു. അവർക്കെല്ലാവർക്കും ഒരു മനസ്സ്, ഒരേ അഭിപ്രായം, വസ്തുവകകൾ പോലും പരസ്പരം പങ്കിട്ടെടുക്കുകയാണ്. തികഞ്ഞ സ്നേഹം. എന്തൊരൈക്യത! ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ദൈവത്തോട് നമ്മൾ ഒരു സ്നേഹബന്ധത്തിൽ ഐക്യമത്യപ്പെട്ടാൽ കൂട്ടു സഹോദരന്മാരോടും നമുക്ക് സ്നേഹബന്ധം ഉണ്ടായിരിക്കും.
എനിക്ക് ദൈവത്തോട് നല്ല സ്നേഹബന്ധമുണ്ട്, സഹോദരങ്ങളോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. 1 യോഹന്നാൻ 1:3 ഞങ്ങൾ, യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. യോഹന്നാന് മറ്റു അപ്പസ്തലന്മാർക്ക് ഒരു ഫെല്ലോഷിപ്പുണ്ട്. സ്വർഗീയ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂട്ടായ്മയുണ്ട്. ഇനി ഇപ്രകാരം ദൈവത്തോട് കൂട്ടായ്മയുള്ളവർക്ക് സഹോദരന്മാരോടും കൂട്ടായ്മ വേണം. യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട്, നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വാസികൾ. ആർക്കാണോ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്? ആ വിശ്വാസികൾ. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. യോഹന്നാൻ വിശ്വാസികളുമായി കൂട്ടായ്മ ഉള്ള വ്യക്തിയാണ്. യോഹന്നാന് പിതാവിനോടും പുത്രനോടും കൂട്ടായ്മയുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് പിതാവായ ദൈവത്തോടും യേശുക്രിസ്തുവിനോടും കൂട്ടായ്മ ഉണ്ടെങ്കിൽ കൂട്ടു സഹോദരന്മാരോടും കൂട്ടായ്മ ഉണ്ടാകും. സ്വർഗത്തിൽ വിശുദ്ധന്മാരുണ്ട്. ആ സംഘത്തിലേക്കാണ് നമ്മളും ചേർന്നിരിക്കുന്നത്. എബ്രായ ലേഖനം 12:22 തൊട്ട്, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സുവിശേഷ വേലയിൽ ഒരു ശുശ്രൂഷകൻ മറ്റൊരു ശുശ്രൂഷകനെ സഹായിക്കണം. തമ്മിൽ ഭാരങ്ങൾ ചുമക്കണം. ഗലാത്യ ലേഖനം നമ്മോട് പറയുന്നുണ്ട്. ഒരു സഭയിൽ ഒരു സഹോദരൻ സഹോദരി ക്ഷീണിച്ചോ പ്രലോഭനത്തിൽ അകപ്പെട്ടോ ഇരിക്കുന്നുവെങ്കിൽ തള്ളിക്കളയരുത്. ശക്തന്മാർ ബലഹീനരായവരെ താങ്ങണം. അതാണ് പൗലോസ് പഠിപ്പിച്ചത്. ഇനി ശുശ്രൂഷകന്മാർ തമ്മിൽ യാതൊരു മത്സരവുമില്ല, ഭിന്നതയുമില്ല. എനിക്ക് 1ാം സ്ഥാനം വേണം, അവൻ താഴെ ഇറങ്ങണം. സഭാരാഷ്ട്രീയമൊന്നും 1-ാം നൂറ്റാണ്ടിലില്ല. പൗലോസ് ശുശ്രൂഷയ്ക്കിറങ്ങിയപ്പോൾ നേരത്തെ തന്നെ ദൈവവേല ചെയ്തിരുന്ന പത്രോസ് പൗലോസിന് വലങ്കൈ നൽകി, പൗലോസിന് വേണ്ട സഹായം നൽകി. അല്ലാതെ അവർ തമ്മിൽ യാതൊരു ഭിന്നതയുമില്ല. ഒരു ശുശ്രൂഷകൻ മറ്റൊരു ശുശ്രൂഷകനെ സഹായിക്കുന്നു. ദൈവമക്കൾ തമ്മിലുള്ള മനോഹരമായ കമ്മ്യൂണിയൻ. നമ്മുടെ വിഷയം ദ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, വിശുദ്ധന്മാരുടെ സ്നേഹസംസർഗം. ഗലാത്യ 2:9 ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ തുടക്കം തൊട്ട് വായിക്കാം. ഗലാത്യ 2:9 ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം എനിക്കും ബർണബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ഒരു സംഘടനയിലുള്ള വിശ്വാസികൾ തന്നെ ചിലപ്പോൾ അതേ സംഘടനയിലുള്ള കുറച്ചപ്പുറത്തുള്ള ദൈവമക്കളോട് കൂട്ടായ്മ എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഒരേ ഉപദേശം സ്വീകരിച്ചിരിക്കുന്ന ഒരു സംഘടന, ഒരു ദൈവസഭ ഒരു സ്ഥലത്ത് വന്നാൽ അതിനടുത്തുള്ള മറ്റു സഭകളുടെ പ്രതികരണം എന്താണ്? ഇവിടെ ഇതാ പൗലോസ് പറയുന്നത്, യാക്കോബും കേഫാവും യോഹന്നാനും എനിക്കും, അതായത് പൗലോസിനും ബർണബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. യാക്കോബും
കേഫാവും, അതായത് പത്രോസും യോഹന്നാനും കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തു. ആർക്ക്? പൗലോസിനും ബർണബാസിനും. ഇനി എല്ലാവരുമായി നമുക്ക് കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കുമോ? ദുഷ്ടന്മാരുടെ കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കുമോ? അവരുടെ പാപങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കുമോ? അവരെ സ്നേഹിക്കാം, സുവിശേഷം നൽകാം, പക്ഷേ അവരുടെ പാപപ്രവൃത്തികളിൽ പങ്കാളികളാകാൻ പാടില്ല. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും നീക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന വാസ്തവമാണ്. യേശുവിൻ്റെ രക്തം എൻ്റെ എല്ലാ പാപങ്ങളും നീക്കി ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പല തിന്മകളും ചെയ്യുന്ന, സൂത്രം കാണിക്കുന്ന ഒരു ശുശ്രൂഷകൻ, സൂത്രം കാണിക്കുന്ന, വൃത്തികേട് കാണിക്കുന്ന ഒരു സഹോദരൻ മാനസാന്തരപ്പെടുന്നില്ല. അങ്ങനെയുള്ളവരോട് നമുക്ക് എങ്ങനെയുള്ള കൂട്ടായ്മയാണ് കൊണ്ടു നടക്കേണ്ടത്? 1 യോഹന്നാൻ 1:7 അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, കർമാദികൾ കൊണ്ടല്ല, ചടങ്ങുകളോ തീർത്ഥാടനങ്ങളോ കൂദാശകളോ അല്ല നമുക്ക് പാപമോചനമേകി നമ്മളെ രക്ഷയിലേക്ക് നയിച്ചത്. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തമാണ്. അങ്ങനെ സൗജന്യമായി പാപക്ഷമ പ്രാപിച്ചവർക്ക് എഴുതുന്ന ലേഖനം, യോഹന്നാൻ്റെ ലേഖനം, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. സഭയിലെ സഹോദരന്മാർ എല്ലാവരും വെളിച്ചത്തിൽ നടക്കുന്നവരാണെങ്കിൽ എല്ലാ സഹോദരന്മാരും തമ്മിൽ വലിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയും കരുതലും ഉണ്ടാകും. എന്താണ് വെളിച്ചത്തിൽ നടക്കുക? വിശുദ്ധിയിൽ ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നു. വെളിച്ചം പരിശുദ്ധിയെ കാണിക്കുന്നു. ഒരേ മനസ്സുള്ള, നിർമ്മല മനസ്സാക്ഷിയോടെ കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്. യേശുവിൻ്റെ രക്തം എൻ്റെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്താൽ അവിടെ കൂട്ടായ്മയ്ക്ക് ഭംഗം നേരിടും. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ പ്രസാദം പിടിച്ചുപറ്റിയ മക്കളാണ് നമ്മൾ ദൈവമക്കളാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. മലാക്കി 3:16 യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. വിശുദ്ധ സഭായോഗത്തിൽ ദൈവമക്കൾ തമ്മിൽ സംസാരിക്കുന്നു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടുന്നു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനോട് സംസാരിക്കുമ്പോൾ കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. യഹോവ ഭക്തന്മാർക്കും അവിടുത്തെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ദൈവമക്കളായ 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂട്ടായ്മയെ വിശേഷതയുള്ളൊരു കൂട്ടായ്മയാക്കുന്നത് എന്താണ്? ക്രിസ്തു പറഞ്ഞു, മത്തായി 18:20 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ദൈവമക്കളായ നമ്മൾ 2-3 പേർ ഒരുമിച്ച് കൂടുകയാണ്. പ്രാർത്ഥിക്കാനായിരിക്കാം, ആരാധിക്കാനായിരിക്കാം. അവരുടെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. വ്യക്തിപരമായി യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. പക്ഷേ ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂട്ടായ്മയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നത്. ലോകത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ ചിലപ്പോൾ നല്ല കാര്യങ്ങളും ചെയ്യും, മോശമായ കാര്യങ്ങളും ചെയ്യും. രഹസ്യമായിട്ട് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ മ്ലേച്ഛതകളും പ്രവർത്തിക്കും, സ്ത്രീയെന്നോ പുരുഷനെന്നോ കൂടാതെ, വ്യത്യാസം കൂടാതെ. പക്ഷേ
ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ 2 പേരോ 3 പേരോ അതിലധികമോ അവിടെ അദൃശ്യനായി രാജാതി രാജാവ് കർത്താതി കർത്താവുണ്ട്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ഒരുമിച്ച് എന്താണോ സംസാരിക്കുന്നത്, നമ്മുടെ സംസാരത്തിൻ്റെ സബ്ജക്റ്റ് എന്താണ്, വിഷയം എന്താണ്, നാം പറയുന്ന കാര്യങ്ങൾ കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. നാം ചെയ്യുന്നത്, നമ്മുടെ ഹൃദയത്തിലെ ഉദ്ദേശം, എല്ലാ കാര്യങ്ങളും കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു, കാണുന്നു. നമ്മൾ ഭാഗ്യശാലികളാണ്. സകലത്തിൻ്റെ ഉടയവനാണ് നമ്മുടെ മധ്യയുള്ളത്. അത് നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ദൈവഭയവും വർദ്ധിപ്പിക്കുകയാണ്. നാം വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരാണ്, വ്യക്തിപരമായി ആരാധിക്കുന്നവരാണ്. എപ്പോഴും നമുക്ക് 2-3 പേരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പറ്റിയെന്ന് വരികയില്ല. എന്നാൽ അതേസമയം തന്നെ ദൈവമക്കൾ ഒരുമിച്ച് കൂടി ആരാധിക്കുന്നതും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ വരുന്നതും വലിയ പ്രാധാന്യമുണ്ട്. സങ്കീർത്തനം 34:3, സങ്കീർത്തനം 34:3, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. 55 സങ്കീർത്തനം 14, നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു, പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയല്ലോ. നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു, പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. 34 സങ്കീർത്തനം 3 വാക്യത്തിൽ എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. എനിക്ക് തനിച്ചും യഹോവയെ മഹിമപ്പെടുത്താം, എനിക്ക് തനിച്ചും കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. എന്നാൽ ഇതൊരു സമൂഹമായി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുന്നു. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഒരുമിച്ച് സഭാരാധനയിലേക്ക്, ഒരുമിച്ച് സഭാഹാളിലേക്ക് പോകുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ആരാധിക്കുക, ഒരുമിച്ച് വചനം കേൾക്കുക. എത്ര മനോഹരമായ അനുഭവമാണ്. നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു. അവിടെ ഏഷണി പറയുന്നില്ല, വൈരാഗ്യമില്ല, അനാവശ്യ വിമർശനങ്ങളില്ല, കുറ്റം പറച്ചലില്ല. നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു, പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയല്ലോ. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മ ബന്ധം വർദ്ധിക്കുകയാണ്. ഓരോ സഭാരാധന കഴിയുമ്പോഴും ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹബന്ധം വർദ്ധിക്കുകയാണ്. വഴക്കും വൈരാഗ്യത്തിനും വിദ്വേഷത്തിനും അവിടെ സ്ഥാനമില്ല. സ്നേഹം ആഴത്തിൽ വേരൂന്നുകയാണ്. ദൈവമക്കൾ തമ്മിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ ഒരുമിച്ച് കൂടുമ്പോൾ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:14, സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. മറിയത്തിൻ്റെ അധ്യക്ഷതയിലാണ് ഈ പ്രാർത്ഥനയെന്നും അങ്ങനെയാണ് പരിശുദ്ധാത്മ വന്നതെന്നും മറിയാരാധകർ പറയാറുണ്ട്. മറിയാരാധന എന്ന് അവർ സമ്മതിക്കാറില്ല. എങ്കിലും ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരും മറിയം പ്രസവിച്ച മറ്റു മക്കളും യേശുവിൻ്റെ സഹോദരന്മാരും എല്ലാവരും ഒരുമിക്കുകയാണ്. മറ്റു സ്ത്രീകളും അവിടെ മറിയത്തെ ഒന്ന് അധ്യക്ഷയാക്കി ഒരു പീഠം കൊടുത്ത്, ഇവിടെ ഇരിക്കൂ, നീയാണ് ഞങ്ങളുടെ അധ്യക്ഷ എന്നൊന്നും പറയുന്നതായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. വചനത്തിൽ എഴുതാത്തതിനേക്കാളും വചനത്തിൽ കാണാത്ത കാര്യങ്ങൾക്കപ്പുറമായി മറിയാരാധന പ്രചരിപ്പിക്കുക, വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുക. പാവങ്ങൾ പലരും വിശ്വസിക്കും, അവരത്ര ബൈബിളൊന്നും ശ്രദ്ധിച്ച് വായിക്കാറില്ലല്ലോ. സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ. യേശുവിന് സഹോദരന്മാരുണ്ടായിരുന്നു, അത് നിഷേധിക്കാൻ പാടില്ല. യേശുവിനെ പ്രസവിക്കുന്നത് വരെ മാത്രമാണ് മറിയം കന്യകയായിരുന്നത്. പിന്നീട് ജോസഫും മറിയവും കുടുംബജീവിതം നയിച്ചു. അത് പാപമല്ല. അവർക്ക് മക്കളുണ്ടായി. യേശുവിനെ മറിയം പ്രസവിച്ചതിന് ശേഷം. അതെല്ലാം ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നിഷേധിച്ച് ഏത് കർത്താവിനോടാണ് അപേക്ഷിക്കുന്നത്? കർത്താവ് സത്യവാനാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കുന്ന, വചനത്തിൽ
എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഞങ്ങളുടെ പാരമ്പര്യമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പച്ചനുണ വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ളവർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ സത്യവാനായ യേശു ക്രിസ്തുവിന് എങ്ങനെ വരാൻ പറ്റും? ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ബോഷ്ക്ക് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയിലേക്ക് യേശുവിന് എങ്ങനെ വരാൻ പറ്റും? ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾ അംഗീകരിക്കാതെ വചനത്തെ നിഷേധിക്കുന്ന, പാരമ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് യേശു വരുമോ? അവിടെ വാസ്തവത്തിൽ ക്രിസ്തീയ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കുമോ? എബ്രായ ലേഖനം 10:25, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. നാൾ സമീപിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് വിളിച്ചോതുന്നവയാണ്, സംശയമില്ല. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്, തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. ദൈവമക്കൾ തമ്മിൽ പ്രബോധിപ്പിക്കണം. പാപത്തിലേക്ക് പ്രവണതയുള്ള ഒരു സഹോദരനെ തെറ്റിതിരുത്തണം. വചനത്തിൻ്റെ പാത ഇതാണ്, പറഞ്ഞു കൊടുക്കണം. ഒരാൾ മാത്രം പ്രബോധിപ്പിക്കുകയല്ല, തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അയ്യോ, സഭാരാധനയിൽ പങ്കെടുത്തില്ലെങ്കിൽ അവരെന്ത് പറയും? പോയേ പറ്റൂ. മനസ്സോടെ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്. അക്കാര്യമല്ല, ചിലർ ചെയ്യുന്നത് പോലെ. ചിലർ സഭായോഗം പൂർണ്ണമായി ഉപേക്ഷിച്ചു. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. ചിലർ പറയും, ഞാൻ ഒരു സഭയിലും പോകുന്നില്ല, എവിടെയും പ്രാർത്ഥിക്കാൻ പോകുന്നില്ല, കാരണം ഒരു സഭയും ശരിയല്ല. നോ. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളുടെ കൂട്ടായ്മ നമ്മുടെ ഹൃദയം ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. നമുക്ക് ദൈവത്തോട് കൂട്ടായ്മയുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവമക്കളോട് കൂട്ടായ്മ ഉണ്ടായിരിക്കും. അല്ലാതെ എനിക്ക് ദൈവമക്കളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ നിന്നും പോകാൻ ഇഷ്ടമില്ല, കാരണം ഒരു സഭയും ശരിയല്ല, ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. നോ, അങ്ങനെയല്ല. നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. ഒരാൾ മാത്രം പ്രബോധിപ്പിക്കുന്നത് കേൾക്കുകയല്ല. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകും. ഇനി നമ്മൾ കർത്തൃമേശയിൽ പങ്കെടുക്കാറുണ്ട്. അത് ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. കാരണം 1 കൊരിന്ത്യർ 10:17, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മ വിളിച്ചോതുന്നതാണ് കർത്തൃമേശയിൽ നാം കഴിക്കുന്ന അപ്പം. ഇനി സഭ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതായത് വിശ്വാസികൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. യേശു ആരാണ്? സഭയുടെ ശിരസ്. ഒരു ശിരസ്, ഒരു ഉടൽ. ശിരസിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ അവയവങ്ങൾക്കും ഒരു കൂട്ടായ്മയുണ്ട്. എങ്ങനെയുള്ള കൂട്ടായ്മ? ശിരസ് നിർദ്ദേശിക്കുന്ന ഓർഡർ, കൽപ്പനകൾ, അതനുസരിച്ചാണ് എല്ലാ അവയവങ്ങളും അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ ഒരു ഭിന്നതയും ഇല്ല. നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് ഓരോ വിശ്വാസിയും. ആ കാര്യം ഒന്നുകൂടി ആഴത്തിൽ വേരൂന്നുന്നത് കർത്തൃമേശയിലാണ്. കാരണം അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു.
40 പേർ ഒരു സഭയിലുണ്ട്. വ്യത്യസ്ത ജോലി, വ്യത്യസ്ത വീടുകളിൽ നിന്ന് വരുന്നു, വ്യത്യസ്ത പ്രായം, നിറം, വിദ്യാഭ്യാസം. പക്ഷേ 40 പേർ ഇപ്പോൾ ഒരു ശരീരമാണ്. എന്തുകൊണ്ട്? അപ്പം ഒന്നാകൊണ്ട്, കർത്തൃമേശയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. കർത്തൃമേശയിൽ ഒരേ അപ്പത്തിൽ അംശികളാകുന്ന എല്ലാവരും ഒന്നാണ്. അവിടെ ഭിന്നതയില്ല, വിഭാഗീയതയില്ല, ജാതീയതയില്ല. വെളുത്തവൻ, കറുത്തവൻ, പണമുള്ളവൻ, ഇല്ലാത്തവൻ, വ്യത്യാസമില്ല. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. അതുകൊണ്ട് കർത്തൃമേശ നമ്മൾ തമ്മിലുള്ള, ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നു. ഭിന്നതയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. ഇനി നാം ധ്യാനിക്കുന്നത് ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ, ദ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, വിശുദ്ധർ തമ്മിലുള്ള സ്നേഹസമ്പർക്കത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ഇനി ദൈവമക്കൾ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കണം. 2 കൊരിന്ത്യർ 1:11. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. പൗലോസ് സുവിശേഷകനാണ്. പൗലോസിന് വേണ്ടി അന്ന് വിശ്വാസികൾ മധ്യസ്ഥത നടത്തി ദൈവത്തോട്. പൗലോസ് മരിച്ചു, ആ വിശ്വാസികൾ മരിച്ചു. ഇപ്പോൾ മരിച്ച വിശ്വാസികൾ മരിച്ച പൗലോസിന് വേണ്ടി മധ്യസ്ഥത നടത്തുന്നില്ല. പലരും ഇന്ന് വല്ലാതെ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മരിച്ചുപോയ വിശുദ്ധരൊക്കെ സ്വർഗത്തിലിരുന്നു കൊണ്ട് ജീവനോടിരിക്കുന്ന വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം നടത്തും. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അവരോടൊക്കെ അപേക്ഷിച്ചാൽ കാര്യം എളുപ്പത്തിൽ നടക്കും. ദൈവത്തോട് നേരിട്ട് കാര്യം പറയുന്നതിനേക്കാൾ നല്ലത് ഈ മധ്യസ്ഥരുടെ, മരിച്ചുപോയ മധ്യസ്ഥരുടെ ശുപാർശയാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അനേകർ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പക്ഷേ പൗലോസിൻ്റെ ലേഖനങ്ങൾ നമ്മൾ വായിച്ചാൽ പൗലോസ് ഒരിക്കൽ പോലും പറഞ്ഞില്ല, ഞാൻ മരിച്ചാലും സ്വർഗത്തിലെത്തിയാലും നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥത നടത്തിക്കൊണ്ടിരിക്കും. ജീവനോടിരിക്കുമ്പോൾ മാത്രമേ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. ചില വിജാതീയ മതങ്ങളിലാണ് മരിച്ചുപോയവരോട് അപേക്ഷിച്ചാൽ അവരുടെ അനുഗ്രഹം കുടുംബത്തിന് കിട്ടും എന്നൊക്കെയുള്ള വിശ്വാസം. കാരണം മരിച്ചുപോയ ആത്മാക്കളോട് അപേക്ഷിക്കുന്ന സമ്പ്രദായങ്ങൾ പല മതങ്ങളിലുമുണ്ട്. അതിൽ നിന്ന് കോപ്പിയടിച്ചതാണ് ഈ മരിച്ചുപോയ വിശുദ്ധരോടുള്ള അപേക്ഷകളൊക്കെ. ക്രിസ്തുവാകട്ടെ അപ്പസ്തോലന്മാരാകട്ടെ ഒരിക്കലും അത് പഠിപ്പിച്ചില്ല. വിശുദ്ധർ മരിച്ചാൽ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത നടത്തുകയാണ് എന്നുള്ള കാര്യം യേശുവും അപ്പസ്തോലന്മാരും പഠിപ്പിച്ചില്ല. പിന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് ആരാണ്? അങ്ങനെയുള്ളവരെ ഒഴിഞ്ഞിരിക്കുക. എഫേസ്യർ 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. സകല വിശുദ്ധന്മാർക്കും. ആരാണ് വിശുദ്ധന്മാർ? പത്രോസ് പ്രഖ്യാപിച്ച് വിശുദ്ധരാക്കിയ ദൈവമക്കളല്ല, യേശുവിൻ്റെ രക്തത്താൽ പാപക്ഷമ പ്രാപിച്ച വിശുദ്ധന്മാർ. പത്രോസിന് ആരെയും വിശുദ്ധരാക്കി പ്രഖ്യാപിക്കാനുള്ള അധികാരമില്ല. പത്രോസ് തന്നെ ദൈവഭയത്തോടെ ജീവിച്ചാൽ പത്രോസിന് രക്ഷപ്പെടാം. സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഇവിടെ പൗലോസ് പറയുകയാണ്, ജീവനോടിരിക്കുമ്പോൾ സകല വിശുദ്ധന്മാർക്കും. ദൈവസഭയിലെ എല്ലാ അംഗങ്ങളും വിശുദ്ധന്മാരാണ്. സ്പെഷ്യലായിട്ട് കുറച്ച് പേർ മാത്രം വിശുദ്ധന്മാർ? നോ. ബാക്കിയുള്ളത് അശുദ്ധന്മാർ. അശുദ്ധരായ വിശ്വാസികൾ വിശുദ്ധരായ വിശ്വാസികളോട് മധ്യസ്ഥത നടത്തുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം ബൈബിളിലില്ല.
എല്ലാവരും വിശുദ്ധരാണ്. വിശുദ്ധരെന്ന ഒരു പ്രത്യേക കാറ്റഗറി ഇല്ല. യേശുവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരെല്ലാം, യേശുവിൻ്റെ രക്തത്താൽ പാപക്ഷമ പ്രാപിച്ചവരെല്ലാം വിശുദ്ധരാണ്. അതുകൊണ്ട് സകല പ്രാർത്ഥനയാലും യാചനയാലും എഫേസ്യർ 6:18 വായിക്കുന്നത്, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും. 1-ാം നൂറ്റാണ്ടിൽ ജീവനോടെ ഉള്ള ദൈവസഭയിലെ അംഗങ്ങളാണ് ഇവിടെ പറയുന്ന സകല വിശുദ്ധന്മാർ. പണ്ട് ഞാനൊക്കെ സകല വിശുദ്ധന്മാരോടും ഉള്ള ഒരു അപേക്ഷ എന്ന് പറഞ്ഞ് പണ്ട് മരിച്ചു പോയവരോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. അത് അന്ധതയുടെ കാലഘട്ടം. ഇത് ആ വിശുദ്ധന്മാരല്ല, ജീവനോടെ ഇരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച എല്ലാ അംഗങ്ങളും, ചർച്ചിലെ എല്ലാ അംഗങ്ങളും, സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഈ പ്രാർത്ഥന വൺ വേ ട്രാഫിക് അല്ല. പൗലോസിന് വേണ്ടി അപേക്ഷിക്കണം. പൗലോസിനെ ശത്രുക്കൾ പിടിക്കരുത്, പൗലോസ് വായ തുറക്കുമ്പോൾ വചനം കിട്ടണം. അതുകൊണ്ട് പൗലോസിന് വേണ്ടി നിശ്ചയമായും ദൈവസഭയിലെ അംഗങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഇതാ പൗലോസും അവർക്ക് വേണ്ടി മധ്യസ്ഥത നടത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ വിശുദ്ധരോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും വിശുദ്ധർക്ക് വേണ്ടി അപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു സിസ്റ്റം ബൈബിളിലില്ല. ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധന് വേണ്ടി അപേക്ഷിക്കുന്നു, ആ വിശുദ്ധൻ മറ്റൊരു വിശുദ്ധന് വേണ്ടി പരസ്പരം അങ്ങനെ ദൈവത്തോട് മധ്യസ്ഥത നടത്തുന്നു. മറ്റു വിശ്വാസികളുടെ നിലനിൽപ്പിന് വേണ്ടി, പ്രലോഭനങ്ങളിൽ അവർ അകപ്പെടാതിരിക്കുവാൻ, വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ, പീഡനം വരുമ്പോൾ ക്രിസ്തു നിമിത്തമുള്ള പീഡനം വരുമ്പോൾ പിന്മാറിപ്പോകാതിരിക്കുവാൻ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധന് വേണ്ടി മധ്യസ്ഥത നടത്തുന്നു. ഇന്ന് ലോകത്തിൽ വിവിധയിടങ്ങളിൽ ദൈവമക്കൾ, ക്രിസ്ത്യാനികൾ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു. ചില മതങ്ങളിലെ ഭീകരന്മാർ അവർ ദൈവമെന്ന് വിളിക്കുന്ന ആ സങ്കല്പം പറഞ്ഞതനുസരിച്ച് ദൈവമക്കളെ ക്രൂരമായി കൊല്ലുകയാണ്, പീഡിപ്പിക്കുകയാണ്, തടവിൽ ആക്കുന്നു. എത്ര മ്ലേച്ഛമായ കാര്യങ്ങൾ, ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്നു. പീഡനത്തിലൂടെ സഭ കടന്നു പോകുന്നു. ദൈവമക്കൾ അങ്ങനെ കഷ്ടത അനുഭവിക്കുന്നവരെ ഓർത്ത് മധ്യസ്ഥത നടത്തണം. നമുക്കൊരു പക്ഷേ അവരെ നേരിട്ട് ചെന്ന് കാണുവാനോ ഒരു രീതിയിലും അവർക്ക് വേണ്ട സഹായം ചെയ്യുവാനോ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരാം. അവരുടെ മുഖം പോലും നമ്മൾ കണ്ടിട്ടില്ല, പേരറിയുകയില്ല, അവർ താമസിക്കുന്ന ഇടവും നമുക്കൊരു പക്ഷേ കൃത്യമായിട്ട് അറിയുകയില്ല. എങ്കിലും നമുക്കൊരു കാര്യം ചെയ്യുവാൻ സാധിക്കും. അവരും നമ്മളും യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായതുകൊണ്ട്, അവരുടെയും നമ്മുടെയും പിതാവ് സ്വർഗീയ പിതാവായതുകൊണ്ട് അവർക്ക് വേണ്ടി ചുരുങ്ങിയ പക്ഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുകയെങ്കിലും ചെയ്യാം. നാം ഒരു ശരീരത്തിലെ അവയവങ്ങളാണ്. ആഫ്രിക്കയിലായാലും അമേരിക്കയിലായാലും ചൈനയിലായാലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ നമ്മുടെ ക്രിസ്തു എന്ന ശരീരത്തിലെ അവയവങ്ങളാണ്. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഓക്കെ, നമുക്ക് ഉയർന്നിടട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 തെസ്സലോണി 5:11. 1 തെസ്സലോണി 5:11. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ അവിടെ ചെയ്തിരുന്നൊരു കാര്യമാണ്, ഇന്ന് പലയിടങ്ങളിലും കാണാത്ത കാര്യം. നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചു. ഒരാൾ മാത്രം പ്രബോധിപ്പിക്കുകയല്ല, സൺഡേ മാത്രം ഒരാൾ പ്രബോധിപ്പിക്കുന്ന കാര്യമല്ല, എപ്പോഴും പ്രബോധിപ്പിക്കാം. ആവശ്യത്തിലിരിക്കുന്നൊരു സഹോദരനെ ദിവസങ്ങളിൽ ചെന്ന് കണ്ട് അവന് വേണ്ട വചനം കൊടുക്കാം. ചില പ്രലോഭനങ്ങളുമായി മൽപ്പിടുത്തം നടത്തുന്നവർക്ക് ശക്തി പകരുവാൻ അവർക്ക് വേണ്ട പ്രബോധനം കൊടുക്കാം. ചിലപ്പോൾ നിരാശയിൽ കഴിയുന്ന വ്യക്തികളുണ്ടാകാം. ധൈര്യത്തിൻ്റെ വാക്കുകൾ, വചനങ്ങൾ അവർക്ക് നൽകാം.
അതിനൊരു സൺഡേക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് പലപ്പോഴും ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ ഞായറാഴ്ചയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഞായറാഴ്ച സഭാരാധനയിൽ എല്ലാവരും വരുന്നു, ആരാധന കഴിഞ്ഞ ഉടനെ പോകുന്നു, പിന്നെ അടുത്ത ആഴ്ചയാണ് കാണുന്നത്. അതിനിടയിൽ ചിലപ്പോൾ വലിയ കമ്മ്യൂണിക്കേഷനൊന്നും കാണാറില്ല. ചിലർക്ക് ഉണ്ടാകാം. മറ്റുള്ളവൻ്റെ വിഷമം എന്താണ്, ആ സഹോദരൻ്റെ ഭവനത്തിലേക്കൊന്ന് പോവുകയോ അവന് വല്ലാത്ത ആവശ്യങ്ങളുടെ സമ്മർദ്ദം അതിലിരിക്കുകയാണെങ്കിൽ അവനെ സഹായിക്കുകയോ അതിനൊന്നും സമയമില്ല. എന്തിന്, വെറുതെ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും സമയമില്ല. ഓരോരുത്തർക്ക് അവനവൻ്റെ കാര്യമാണ്. പിന്നെ സഭാരാധന മുടക്കം വരാൻ പാടില്ലല്ലോ. ഞായറാഴ്ച ഒത്തുകൂടി പിരിയുന്നു. അങ്ങനെയാകുമ്പോൾ ഒരു ക്ലബിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഒത്തുകൂടുന്നു, അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയല്ല ആദിമസഭയിലുണ്ടായിരുന്നത്. ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ, സ്നേഹബന്ധം വളരെ സജീവമായിരുന്നു. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ 1 തെസ്സലോനി 4:18 അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. ഒരു സഹോദരന് മറ്റൊരു സഹോദരൻ ആത്മീയനായി കാണാൻ ആഗ്രഹമുണ്ടാകണം. മാത്രമല്ല, എനിക്ക് മറ്റൊരു സഹോദരൻ ആത്മീയനായി വളരുവാൻ എൻ്റെ ഭാഗത്ത് എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. നാം മറ്റ് ദൈവമക്കൾക്ക് ആത്മീക വർധന വരുത്താറുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഏത് രീതിയിലാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഞായറാഴ്ച വരുന്നു, കണ്ടു, കൈ കൊടുത്തു, പിരിഞ്ഞു പോകുന്നു. നമ്മൾ എന്ത് ആത്മീക വർധനയാണ് മറ്റ് സഹോദരന്മാർക്ക് വരുത്തുന്നത്? അല്ല, അങ്ങനെ ചെയ്യണമെന്നൊരു ആവശ്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ആരാധനയ്ക്ക് പോകുന്നു, ആരാധന കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരുന്നു, ഇനി അടുത്ത ആഴ്ച കാണാം. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് 1 തെസ്സലോനി 5:11 വായിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. തമ്മിൽ ആത്മീക വർധന അവർ വരുത്തിക്കൊണ്ടിരുന്നു, ആ വിശ്വാസികൾ. അതിലവർ തുടരണം, സ്റ്റോപ്പ് ചെയ്യരുത്. ഇനി റോമാലേഖനം 12:15 സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. മ്യൂച്വൽ സിമ്പതി ആൻഡ് കൈൻഡ്നസ്. കരയുന്നവരോടുകൂടെ കരയുക, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുക. ഒരു സഹോദരന് വളരെ മെച്ചപ്പെട്ട നിലയിൽ പോകുന്നു, അസൂയയില്ല. അവനൊക്കെ വലിയ ആളായി, ഇപ്പം എന്നെയൊന്നും കണ്ടുകൂടാ. അങ്ങനെ ഒഴിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ആ ദുഃഖത്തിൽ, ആ സഹോദരൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുക, ആശ്വസിപ്പിക്കുക. അത് അവൻ്റെ കാര്യമല്ലേ. എന്നെ കർത്താവ് അനുഗ്രഹിച്ചു, എനിക്ക് കർത്താവ് നന്മകൾ തന്നു, ഞാനെന്തിനാണ് കരയുന്നവരോടുകൂടെ കരയാൻ പോകുന്നത്? നോ, അങ്ങനെയല്ല. വിശുദ്ധന്മാർ തമ്മിലുള്ള കൂട്ടായ്മയിൽ, കമ്മ്യൂണിയൻ, അതിൽ ഇതൊക്കെ ഉണ്ട്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുക, കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവൻ. അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു, അതുകൊണ്ടാണ് കരയുന്നത്. എഫേസ്യർ 4:32 നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. സഭയിൽ ഐക്യത ഉണ്ടാകണമെങ്കിൽ, സ്നേഹത്തിൽ വിശ്വാസികൾ നിലനിന്ന് പോകണമെങ്കിൽ, അവിടെ സഭാരാഷ്ട്രീയം ഇല്ലാതിരിക്കണമെങ്കിൽ, എനിക്ക് ഒന്നാമനാകണം, ആ ചിന്തയെല്ലാം പോകണമെങ്കിൽ ക്ഷമിക്കണം, സഹിക്കണം, പൊറുക്കണം,
നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ഇനി നമുക്കറിയാവുന്നൊരു സങ്കീർത്തനം 133 സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. എവിടെയാണ് യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്? സഭാരാഷ്ട്രീയം കളിക്കുന്ന ചർച്ചയിലല്ല, ദുരുപദേശവും പ്രവചനവും തമ്മിൽ യാതൊരു സ്നേഹവും ഇല്ലാത്ത സഭയിലല്ല. പിന്നെയോ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അവിടെയാണ് യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അനുഗ്രഹവും ശാശ്വതമായ ജീവൻ എവിടെയാണ് അതറിയാതെ, ആ സ്ഥലം എവിടെയാണെന്ന് അറിയാതെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. വഴക്കും ഭിന്നതയും വൈരാഗ്യവും അവിടെ മരണം വ്യാപരിക്കും. എഫേസ്യ 4:1 തൊട്ട് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. എന്താണ് സഹോദരന്മാർ ചെയ്യേണ്ടത്? പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. കണ്ടില്ല, മറക്കുക, ക്ഷമിക്കുക. ഹൃദയത്തിൽ സഹോദരൻ അഥവാ എന്തെങ്കിലും ദ്രോഹപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടു നടക്കരുത്. സഹോദരനെതിരെ കേസ് കൊടുക്കാൻ പോകരുത്. ക്ഷമിക്കുക. നഷ്ടം വരും, കഷ്ടം വരും. ചില ത്യാഗപ്രവൃത്തികളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഫിലിപ്പിയ ലേഖന 2-ാം അധ്യായത്തിൽ 1 തൊട്ട് ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകസ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഇതാണ് സഹോദരന്മാർ തമ്മിൽ വേണ്ടത്. ദൈവസഭ ഇപ്രകാരമായിരിക്കണം. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, ഐക്യം, പരിഗണന, അതാണ് നാം ധ്യാനിക്കുന്നത്. ദ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, വിശുദ്ധന്മാർ തമ്മിലുള്ള സ്നേഹ സംസർഗം. ഇനി നമ്മൾ യേശുവിൻ്റെ രക്തത്താലാണ് വിശുദ്ധരായി തീർന്നത്.
ചിലരോട് നമുക്ക് കൂട്ടായ്മ പാടില്ല. 2 കൊരിന്ത്യർ 6:14 തൊട്ട്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. അവിശ്വാസികളെ വെറുക്കാനല്ല, അവരെ സ്നേഹിക്കണം. പക്ഷേ അവരുടെ പാപങ്ങളിൽ പങ്കാളിയാകാൻ പാടില്ല. അവർക്ക് വചനം നൽകണം. പക്ഷേ അവരുടെ പാപങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും പങ്കാളിയാകാൻ പാടില്ല. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച! വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ! ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം! അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി! ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത! നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപ്പെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പാപപ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. പാപത്തിലേക്ക് നിർബന്ധിക്കുന്ന വ്യക്തികളുമായി സ്നേഹബന്ധം അരുത്. അവർ നമ്മെ തിന്മയിലേക്ക് നയിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശത്രുക്കളായി കരുതാതെ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. എഫേസി 5:15, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. ഞായറാഴ്ച വിശുദ്ധന്മാരുടെ സഭായോഗത്തിൽ വരും, പ്രാർത്ഥിക്കും, കർത്തൃമേശയിൽ പങ്കെടുക്കും. മറ്റ് 6 ദിവസങ്ങളിൽ അവിശ്വാസികളുമായി സ്നേഹബന്ധം അവരുടെ പാപങ്ങളിൽ പങ്കാളിയാകുന്നു. ഇതൊരിക്കലും പാടില്ല. 1 സാമുവേൽ 23:16, അനന്തരം ശൗലിൻ്റെ മകനായ യോനാഥൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു. അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട് ഭയപ്പെടേണ്ട. ദാവീദ് ഇപ്പോൾ കാട്ടിലാണ്. ശൗൽ കൊല്ലാൻ നടക്കുകയാണ്. ദാവീദ് പേടിച്ചിരിക്കുകയാണ്. ദാവീദിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് യോനാഥൻ, അദ്ദേഹം എന്താ ചെയ്തത്? ശൗലിൻ്റെ മകൻ യോനാഥൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട് ഭയപ്പെടേണ്ട. ഈ ഡ്യൂട്ടി നമുക്കുമുണ്ട്. ചില വിശ്വാസികൾ പല കാരണങ്ങളാലും ഭയത്താലും പരിഭ്രമിച്ചിരിക്കുകയായിരിക്കാം. അതവരുടെ കാര്യമാണ്. നോ, ഇവിടെ യോനാഥൻ, ദാവീദ് ഇപ്പോൾ കാട്ടിലാണ്. അങ്ങോട്ട് ചെന്ന് പേടിച്ചിരിക്കുന്ന ദാവീദിനെ ബലപ്പെടുത്തുന്നു, ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഒരു സഹോദരൻ്റെ വീട്ടിൽ കടന്നു ചെന്ന് അവനെ ധൈര്യപ്പെടുത്തുന്നത് എത്ര നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെയാണ് വിശുദ്ധന്മാരുടെ സംസർഗം. അങ്ങനെയൊക്കെയാണ് സഹോദരന്മാരെ നമ്മൾ കരുതേണ്ടത്. ബലഹീനന്മാരെ താങ്ങണം, ശക്തരായവർ ബലഹീനരെ താങ്ങണമെന്നാണ് തിരുവചനം. സങ്കീർത്തനം 119:63, നിന്നെ ഭയപ്പെടുകയും നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. ദാനിയേലിനെ കുറിച്ച് വായിക്കുമ്പോൾ ദാനിയേൽ 2:17, പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്നു, താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിക്കുവാൻ തക്കവണ്ണം കൂട്ടുകാരനായ ഹനന്യാവോടും മീശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. ഗൾഫിലെല്ലാം ചില ദൈവമക്കളുണ്ട്. രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ അവർ വർക്ക് ചെയ്യുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്തൊരു സ്നേഹമാണ്. തമ്മിൽ കാണുമ്പോൾ പരസ്പരം ധൈര്യപ്പെടുത്തുന്നു, വചനം പറയുന്നു, പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തുന്നു, ഒരുമിച്ച് ആരാധനയ്ക്ക് പോകുന്നു. അങ്ങനെയുള്ള അവസ്ഥകൾ ധാരാളമുണ്ട്. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്നു, താനും കൂട്ടുകാരും. ആരാണ് കൂട്ടുകാർ? ഹനന്യാവ്, മീശായേൽ, അസര്യാവ്. അവരോട് ഈ കാര്യം പറഞ്ഞു. വലിയൊരു പ്രതിസന്ധി ഇതാ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരുമായി പ്രാർത്ഥിക്കുകയാണ് ദാനിയേൽ. അതിനെല്ലാം വലിയ റിസൾട്ടുണ്ടായി. അപ്പസ്തോല പ്രവർത്തനം 2:42,
അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു. ആരാധിക്കാൻ വേണ്ടി മാത്രം വരികയല്ല, അപ്പം മുറിക്കലിൽ മാത്രം പങ്കെടുക്കുകയല്ല, അതെല്ലാം വേണം. അതോടൊപ്പം അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം, 1 മണിക്കൂർ പ്രസംഗം കേൾക്കണം, നല്ല കാര്യമാണ്, അത് കേട്ടാൽ മാത്രം പോരാ. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു. 2 പാട്ട് പാടിയാൽ മാത്രം പോരാ, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു, എല്ലാം വേണം. അപ്പസ്തോല പ്രവർത്തനം 5:12. അപ്പസ്തോലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും, അതായത് 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കൾ, ദൈവസഭ ആരംഭിച്ചിട്ടേയുള്ളൂ, ഉദയം ചെയ്തിട്ടേയുള്ളൂ, തുടക്കത്തിലെ കാര്യമാണ് പറയുന്നത്. അവർ എല്ലാവരും ഏകമനസ്സോടെ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ശുശ്രൂഷകന്മാരും വിശ്വാസികളും തമ്മിൽ വലിയ അടുപ്പം. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 36 തൊട്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, അതായത് പൗലോസ്, മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. കപ്പലോളം അവനോടുകൂടെ വന്നു അവനെ യാത്രയയച്ചു. ഒരു ശുശ്രൂഷകനെ, ഒരു വിശ്വാസിയെ യാത്ര അയക്കുന്നു. എന്തൊരു സ്നേഹം! ഒരു പിതാവിൻ്റെ മക്കൾ, ഒരേ സ്വർഗത്തിൽ പോകാനിരിക്കുന്നവർ, ഈ ഭൂമിയിൽ ക്ഷീണിച്ചിരിക്കുന്ന ഒരു ദൈവപൈതലിനെ മറ്റു ദൈവമക്കൾ ആശ്വസിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും സ്വന്തം കുരിശുണ്ട്. പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും കരുണ കാണിച്ചും മുന്നോട്ട് പോകണം. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. ആരാധനയിൽ ദൈവസാന്നിധ്യം ഒരു സഭയിൽ ഇറങ്ങണമെങ്കിൽ ദൈവമക്കൾ തമ്മിൽ ഈ പറയുന്ന കൂട്ടായ്മ വേണം. ആരാധനയിൽ, പ്രാർത്ഥനയിൽ വലിയ പരിശുദ്ധാത്മ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ അവിടെ കൂടി വരുന്നത് ശരിക്കും വിശുദ്ധരായിരിക്കണം. ക്ഷമിക്കുകയും സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കൾ, അവർ 15 പേരോ 40 പേരോ 50 പേരോ ഒക്കെ ആയിരിക്കാം. അതൊരു വിശുദ്ധ സഭായോഗമാകണം. കള്ളന്മാരും സൂത്രക്കാരും സഭാരാഷ്ട്രീയക്കാരുമല്ല അവിടെ ഒരുമിച്ചിരിക്കേണ്ടത്. ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. ആദിമ നൂറ്റാണ്ടിലെ പല വിശ്വാസികൾക്കും വലിയ പണമില്ല, വസ്തുവകകളില്ല, വലിയ വീടില്ല, ആരാധിക്കുവാൻ വലിയ മാളികകൾ ഇല്ല, വലിയ പള്ളിക്കെട്ടിടങ്ങളില്ല. പക്ഷേ ഒരു മനസ്സ്, സ്നേഹം, ഐക്യത തമ്മിൽ പ്രബോധിപ്പിച്ച് ബലപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയിൽ പങ്കാളികളാകാൻ പലതും ചെയ്യുന്നു. എത്ര ശുഭം എത്ര മോഹനം സോദരർ ഒത്തുവസിപ്പതോർത്താൽ. ആഹാ, എത്ര ശുഭം എത്ര മോഹനം സോദരർ ഒത്തുവസിപ്പതോർത്താൽ. ആഹാ, സിയോൻ ഗിരിയതിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ. ആഹാ, എത്ര ശുഭം എത്ര മോഹനം സോദരർ ഒത്തുവസിപ്പതോർത്താൽ. ഏകപിതാവിൻ്റെ മക്കൾ നാം, യേശുവിൽ ഏകാവകാശികൾ നാം. ആഹാ, ഏകപിതാവിൻ്റെ മക്കൾ നാം, യേശുവിൽ ഏകാവകാശികൾ നാം. ആഹാ, ഏകാത്മസ്നാനത്താൽ ഏകശരീരത്തിൻ അംഗങ്ങളായവർ നാം.
ആഹാ ഏകാത്മസ്നാനത്താൽ ഏക ശരീരത്തിൻ അംഗങ്ങളായവർ നാം. ആഹാ ക്രിസ്തുവിൻ നിസ്തുല സ്നേഹച്ചരടതിൽ കോർത്തുള്ള മുത്തുകൾ നാം. ക്രിസ്തുവിൻ നിസ്തുല സ്നേഹച്ചരടതിൽ കോർത്തുള്ള ക്രിസ്തുവിൽ നിസ്തുല സ്നേഹച്ചരടതിൽ കോർത്തുള്ള മുത്തുകൾ നാം. ആഹാ മൃത്യുവോ ജീവനോ ഒന്നുമേ നമ്മളെ വേർപെടുത്താവതല്ല. വിട്ടുപിരിയേണ്ട വീട്ടിൽ നാം കൂടുമ്പോൾ ഇത്ര സന്തോഷമെങ്കിൽ, ആഹാ വിട്ടുപിരിയാത്ത നാട്ടിൽ നാം എത്തുമ്പോൾ എത്ര അത്യാനന്ദമേ. ആഹാ എത്ര ശുഭം എത്ര മോഹനം സോദരർ ഒത്തുവസിപ്പതോർത്താൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രീതിയിലുള്ളൊരു സ്നേഹം നമ്മിൽ നിന്ന് വേണ്ടതുപോലെ പുറത്തു വന്നിട്ടില്ല.